നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മെയ് 6-ാം തീയതി, അതായത് 1200 മേടമാസം 23-ാം തീയതി ചൊവ്വാഴ്ച. നാളെ കുജവാരം അഥവാ മംഗളവാരം അഥവാ ചൊവ്വാഴ്ച. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:09 അസ്തമയം വൈകിട്ട് 6:34 നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. 3 മണി മുതൽ 4:30 മണി വരെയുള്ള വൈകിട്ടത്തെ 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ് രാഹുകാലം. നാം രാഹുകാലങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകൻ നക്ഷത്രം. നാളത്തെ ദിനം മംഗളവാരമാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ പലരും ചൊവ്വാഴ്ച യാത്രയ്ക്കും മടിക്കും. പല ശുഭകാര്യങ്ങൾക്കും ചൊവ്വാഴ്ചയാണ്, അതിനാൽ വേണ്ട എന്ന് പറയും. എങ്കിലും പ്രിയമുള്ള പ്രേക്ഷകരെ, നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ്. നാളത്തെ തിഥി കാലത്ത് 9 മണി വരെ ശൂന്യമായ നവമി തിഥിയാകുന്നു. 9 മണി കഴിഞ്ഞാൽ വെളുത്ത പക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. മകൻ നക്ഷത്രം ദശമി തിഥി വളരെ അനുകൂലമാണ്. അതിനാൽ ചൊവ്വാഴ്ചക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെറിയൊരു പരിഗണന കൊടുക്കുക. നാളെ ഏത് ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് 12:10 മുതൽ 2 മണി വരെയുള്ള സമയം ഏത് ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സാമ്പത്തികമായാലും ധനപരമായാലും ഭൂമിപരമായ വിഷയങ്ങൾക്ക് പലപ്പോഴും ചൊവ്വ വളരെ നല്ലതാണ്. പല ഭൂമിയും വിൽക്കണമെങ്കിൽ നാളെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഭൂമി തടസ്സം മാറാൻ വേണ്ടി ഒരു മുട്ടറക്കുക നിങ്ങൾ. ചൊവ്വാഴ്ചയാണ്. എല്ലാം വളരെ ശുഭമായി പര്യവസാനിക്കും. നാളത്തെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം. മകൻ നക്ഷത്രമാണ്. കേതുവിൻ്റെ നക്ഷത്രമാകുന്നു മകം. അതിനാൽ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ ചൊല്ലിക്കൊണ്ട് നാളത്തെ ദിനത്തെ ധന്യമാക്കാം. നാളെ നിങ്ങൾക്ക് നിർബന്ധമായും സർവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്രകാരം കാലത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ സന്ദർശിക്കുക. ചൊവ്വാഴ്ചയാണ്. സുബ്രഹ്മണ്യനുമായി വളരെയധികം അറ്റാച്ച്ഡായി കിടക്കുന്നു നാഗങ്ങൾ. ശിവൻ നാഗങ്ങളുമായി ബന്ധം. അദ്ദേഹത്തിൻ്റെ പുത്രനായ സുബ്രഹ്മണ്യനും നാഗങ്ങളുമായി വളരെയധികം ബന്ധമുണ്ട്. അതിനാൽ സർവക്ഷേത്രത്തിൽ കാലത്തും വൈകിട്ടും ആയില്യപൂജ, സർപ്പബലി, ഉറുമ്പാലും ഒക്കെ വഴിപാടുകൾ ചെയ്യാം. സുബ്രഹ്മണ്യ പൂജ ചെയ്യാം. ഷഷ്ഠിവ്രതം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായൊരു മാറ്റം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യും. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഓം ഷടാനനം കുങ്കുമരക്തവർണ്ണ മഹാമതിയും ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. ഇതാണ് സുബ്രഹ്മണ്യൻ്റെ നാം ചൊല്ലാറുള്ള മന്ത്രം, ശ്ലോകം. പക്ഷേ മൂലമന്ത്രം ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രമാകും. അതിനാൽ ഓം വജദ്ഭുവേ നമഃ, ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ഒരു അസാധ്യമായ സർപ്പസാന്നിധ്യവും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹവും പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.